ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മാങ്ങ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് എൻ്റെ അമ്മാമ്മ എനിക്ക് മാങ്ങാപ്പരട്ട് ഉണ്ടാക്കി തരുമായിരുന്നു. അതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർക്ക് അതുപോലെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള സമയം കിട്ടിയത്. കറക്റ്റ് പരുവത്തിനുള്ള മാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നീളം മാങ്ങയിലാണ് അച്ചാറിട്ടാലായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടായിരിക്കുക. മോൻ ഉറങ്ങുന്ന സമയത്താണ് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുക. മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ചൊക്കെ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ തന്നെ അവനുള്ള ഏത്തപ്പഴവും ഞാൻ പുഴുങ്ങിയെടുത്തു. കുഞ്ഞിലെ തൊട്ട് മാങ്ങ കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിൽ അമ്മാമ്മ ഉണ്ടാക്കി തരുന്ന ഈ മാങ്ങാപ്പരട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എപ്പോൾ കാണാൻ വന്നാലും വലിയ കുപ്പിയിൽ ഇതുപോലെ മാങ്ങ പരട്ടിയിട്ട് എനിക്ക് കൊണ്ടുതരും കേട്ടോ. ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ഞാനത് എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് എൻ്റെ അമ്മാമ്മേനാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അമ്മാമ്മ നമ്മളെ വിട്ട് പോയിട്ട് 1 ഇയർ ആകാനായിട്ട് പോവുകയാണ്. ആ ടേസ്റ്റിനോടൊത്തൊന്നും വന്നില്ലെങ്കിലും ഏകദേശം ഞാനൊന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ച പൊടികൾ അരിഞ്ഞു വെച്ച മാങ്ങയുടെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനൊക്കെയുള്ള മാങ്ങ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ആ സമയത്ത് എൻ്റെ ചെറു ബേബിക്കുള്ള ഉച്ചയ്ക്കത്തെ ഫുഡും റെഡിയാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.